ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കോസ് അസിസ്റ്റൻറ്റുമായ അഭിവന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിവന്യരായ പിതാക്കന്മാർ, ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിവന്യ പിതാവായ മോർ അത്താനാസിയോസ് തിരുമേനി, ആദരണീയരായ വന്യ കോറപ്പിസ്കോപ്പമാർ, വൈദിക ശ്രേഷ്ഠർ, ശമാശന്മാർ, സിസ്റ്റേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വർഷത്തെ നമ്മുടെ സുവിശേഷ മഹായോഗം അഭിവന്യ അത്താനാസിയോസ് തിരുമേനി ആരംഭത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ ഭൗതികമായ സാന്നിധ്യം ഇല്ലാത്ത ഒരു സുവിശേഷ മഹായോഗമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ശ്രേഷ്ഠ ബാവായെ ഓർക്കാതെ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. 35 വർഷങ്ങൾക്ക് മുൻപ് ഈ സുവിശേഷ മഹായോഗം കാവുന്താഴത്ത് മൈതാനത്ത് നമ്മൾ ആരംഭിക്കുമ്പോൾ ഒന്നുമില്ലായ്മയുടെ ഒരു കാലഘട്ടം, മറ്റ് സഭകൾക്ക് സുവിശേഷീകരണവും വലിയ സംവിധാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ യാക്കോബായ സുറിയാനി സഭയ്ക്ക് സുവിശേഷത്തിൻ്റെ ചൈതന്യവും വെളിച്ചവും സഭാമക്കളിലേക്ക് എത്തിക്കുവാൻ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ ആ ചിന്തയിൽ ദൈവം കൊടുത്ത ആശയം അത് ഈ സുവിശേഷ മഹായോഗമായി രൂപം കൊണ്ടപ്പോൾ സഭയുടെ സുവിശേഷീകരണത്തിൻ്റെ പുതിയ ഒരു മുഖമായിരുന്നു അവിടെ ആരംഭം കുറിച്ചത്. അവിടെ ഞാൻ ബാവായുടെ കൂടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന കാലം ഒരു ഷമ്മാശനായി ഇവിടെ സ്റ്റേജിൽ പ്രസംഗിക്കാമെന്നവർക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്ന ജോലിയായിരുന്നു എൻ്റെ. 2ാമത്തെ വർഷം സുവിശേഷം ആരംഭിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതായ പ്രസംഗകർ അന്ന് അവരുടെ പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അതിൽ ചിലർ നമ്മുടെ കൂടെ ഇന്നില്ല. പിറ്റേ ദിവസത്തെ ആ പ്രസംഗം ആരംഭിക്കുവാൻ വിദേശത്തു നിന്നുള്ളതായ ആൾ എത്തി. സുവിശേഷ യോഗം പ്രസംഗം തുടങ്ങേണ്ട സമയമായി. പ്രസംഗിക്കാൻ തർജ്ജമ ചെയ്യാൻ ഏറ്റിരുന്ന ആൾ എത്തിച്ചേർന്നില്ല. സംഘാടകർ ഈ വർഗീസ് അച്ഛനൊക്കെ നല്ലതുപോലെ ഓർക്കുന്നുണ്ടാകും. സംഘാടകരൊക്കെ വലിയ പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യുമെന്ന് നിശ്ചയമില്ലാതിരുന്നപ്പോൾ ബാവാ തിരുമേനി എന്നെ വിളിച്ചു. ബാവ എന്നോട് പറഞ്ഞു, മോൻ ഇന്ന് തർജ്ജമ ചെയ്യണം. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ അതിനു മുൻപ് ഞാൻ തർജ്ജമ നടത്തിയിട്ടില്ല. മാത്രമല്ല, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്കൊരു നിശ്ചയവുമില്ല. ഞാൻ വിറച്ചുകൊണ്ട് ബാവായോട് പറഞ്ഞു, ബാവ, ഞാനിതിനു മുമ്പ് തർജ്ജമ ചെയ്തിട്ടില്ല, എനിക്കിതിന് സാധിക്കില്ല. ബാവ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനത് ചെയ്തോ. മോനല്ല ഇവിടെ തർജ്ജമ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാണ്. സുവിശേഷ യോഗം കഴിഞ്ഞ്, പ്രസംഗം കഴിഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ വിറച്ചാണ് അവിടെ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഫ്ലോപ്പായി എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കുഴപ്പമായി. അച്ഛൻ പറഞ്ഞു, ചെമാച്ച, ദൈവത്തിൻ്റെ ആത്മാവെന്ന് ഇവിടെ പെയ്തിറങ്ങുകയായിരുന്നു. ബാബ എന്നോട് പറഞ്ഞു, മോനെ, ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തുടങ്ങിയിട്ട് പിന്നെ ദൈവകൃപ കൊണ്ട് പുറകോട്ട് നോക്കിയില്ല. എനിക്കിവിടെ നിൽക്കാനും ഇവിടെ വരുന്ന തർജ്ജമകൾ, വിദേശികളുടെയൊക്കെ പ്രസംഗങ്ങൾ, ഞാൻ ഒത്തിരി വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒത്തിരി പാണ്ഡിത്യമുള്ള ആളായിട്ടല്ല. അന്ന് തന്നെ ആ കരുത്ത്, പ്രാർത്ഥനയുടെ ദൈവാത്മാവിൻ്റെ ശക്തി, അത് ഈ സഭയൊത്തിരി അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ സുവിശേഷ മഹായോഗം നമ്മുടെ ബാവാ തിരുമേനിയുടെ ആ നിറഞ്ഞ ആത്മീയ സാന്നിധ്യം നമുക്ക് ഇവിടെ അനുഭവിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച്
നമുക്ക് മുന്നോട്ട് പോകാം. ഈ സഭയെ പ്രതിസന്ധിയിൽ മുന്നോട്ട് നയിക്കാൻ ദൈവം ഈ സഭയ്ക്ക് കൈവിടില്ല എന്നുള്ളതിൻ്റെ തെളിവായി അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഇന്ന് ഈ സഭയ്ക്ക് മുൻനിരയിൽ നിർത്തി നയിക്കുവാൻ ദൈവം തന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സഭയുടെ മക്കളുടെ കണ്ണുനീര് അതിന് പ്രതിഫലമായി ഈ സഭയെ സുരക്ഷിതമായി സമാധാന തീരത്തെത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് അഭിമന്യ പിതാവായ അത്തനാസ്യോസ് തിരുമേനി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി വിഷയാവതരണം ആദ്യത്തെ ദിവസത്തെ പ്രസംഗം നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി കൽപ്പിക്കുന്നത് പോലെ ചെയ്യാം. പക്ഷേ ഇന്ന് അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മലങ്കര മെത്രാപ്പൊലീത്ത തിരുമേനിയും നമ്മുടെ റാഫേൽ തട്ടിൽ തിരുമേനിയും ഒക്കെ നല്ല പ്രസംഗങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് റാഫേൽ തട്ടിൽ തിരുമേനി ഒരു പ്രസംഗം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്തൊരു പ്രസംഗം പറയുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് വലിയ പ്രസംഗമൊന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം, ഇന്നത്തെ ഈ വിഷയത്തെ അതിൻ്റെ പശ്ചാത്തലം മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ സുവിശേഷ പ്രസംഗങ്ങളിൽ വിശദമായ പ്രസംഗങ്ങളിലൂടെ നിങ്ങളതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടുകൊള്ളുമെന്നുള്ളത് കൊണ്ട് ഇത് മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതായ 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ. എബ്രായ ഭാഷയിൽ അത് നീതി വെള്ളം പോലെയും ന്യായം വറ്റാത്ത തോട് പോലെയും എന്നാണ്. പക്ഷേ ഞാൻ നമ്മുടെ ഈ തർജ്ജമകളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഇനി അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആമോസ് പ്രവാചകൻ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അതാരോടാണ് പറഞ്ഞത്? എന്തായിരുന്നു അതിൻ്റെ സാങ്കത്യം, സാഹചര്യം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനം നടത്തിയ പ്രവാചകനായിരുന്നു ആമോസ് എന്ന് പറയുന്നത്. ആ പ്രവചനത്തിൻ്റെ സാങ്കത്യം, ആ പ്രവാചക ശബ്ദം യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അർത്ഥപൂർണമായ ഒരു സന്ദേശമായി ഇവിടെ മുഴങ്ങുന്നു. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ മതപരവും രാഷ്ട്രീയപരവും അതോടൊപ്പം തന്നെ സാമൂഹികവും നീതിന്യായ പ്രമാണമുള്ളതായ പ്രകാരമുള്ളതുമായ കാര്യങ്ങളിലെല്ലാം സംഗതമായി അന്നത്തെ പോലെ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ് ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് പറയുന്ന പ്രവാചക ശബ്ദം. നമുക്കറിയാം, പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ പലതരത്തിലുള്ള പ്രവാചകന്മാർ നമുക്ക് കാണാം. എഴുത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവചനങ്ങൾ എഴുതി വച്ച പ്രവാചകന്മാർ, എഴുതാതെ പ്രസംഗിച്ച പ്രവാചകന്മാർ, ഏലിയാവും ഏലീശായും നാഥാനുമൊക്കെ അത് എഴുതാതെ പ്രസംഗങ്ങൾ നടത്തിയ പ്രവാചകന്മാരായിരുന്നു. എന്നാൽ യെശയ്യാവും യിരെമ്യാവും ആമോസും തുടങ്ങിയുള്ളതായ പ്രവാചകന്മാർ അവരുടെ പ്രവചനങ്ങൾ എഴുതിയ പ്രവാചകന്മാരാണ്. ഈ ഗണത്തിൽ തന്നെ 2 കൂട്ടത്തിലുള്ള പ്രവാചകന്മാരുണ്ട്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ വലിപ്പത്തിൻ്റെ അതല്ലെങ്കിൽ അവരുടെ ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം കൂടുതലുള്ളത് കൊണ്ടല്ല. വലിയ പ്രവാചകന്മാരെന്ന് പറയാൻ കാരണം അവരുടെ ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ ദൈർഘ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെയാണ് യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേലും ഒക്കെ നമ്മൾ കാണുന്ന പ്രവാചകന്മാർ. എന്നാൽ ചെറിയ പ്രവാചകന്മാർ അവർ 12 പേരുണ്ട്. ആമോസ്, ഓബദ്യാവ്, മീഖ തുടങ്ങിയ ആ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. ഈ ചെറിയ പ്രവാചകന്മാർ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ ദൈർഘ്യം കുറഞ്ഞ അതിൻ്റെ കണ്ടന്റ്, എന്നാൽ ആ ചെറിയ പുസ്തകങ്ങൾ തീജ്വാലയായി സമൂഹത്തിലേക്ക്, മനുഷ്യ മനസാക്ഷിയിലേക്ക് കടന്നു ചെല്ലുന്നതായ വചനങ്ങളാണ് അവരുടേത്.
ആമോസിനെ കുറിച്ച് പറയുന്നത് നീതിയുടെ പ്രവാചകൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, എവിടെയാണ് പ്രവചിച്ചത് എന്നുള്ളത് ആമോസ് പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പെട്ടെന്ന് ആ കാര്യങ്ങൾ പറഞ്ഞു പോകട്ടെ. അദ്ദേഹം ജീവിച്ച് ഇരുന്ന സ്ഥലമെന്ന് പറയുന്നത്, അദ്ദേഹം തെക്കോവ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചത്. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 19ഓളം കിലോമീറ്റർ തെക്ക് ബേത്ലഹേമിനടുത്തുള്ളതായ ഒരു സ്ഥലത്തെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല തൊഴിൽപരമായിട്ട്. അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹം ഒരു ആട്ടിടയനും അതുപോലെ തന്നെ കാട്ടത്തിപ്പഴം ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഒരാളുമായിരുന്നു. ആട്ടിടയൻ എന്ന് പറയുമ്പോൾ സാധാരണ അന്നത്തെ സമൂഹത്തിലെ ആ തള്ളപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ടതല്ല, വിലയേറിയതായ ചെമ്മരിയാടുകളുടെ രോമങ്ങൾ വിറ്റ് അങ്ങനെ ഉള്ള ഒരാളായിരുന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചരിത്രം, ഭൂപ്രദേശം, പഴയ നിയമം, ഇതെല്ലാം നല്ല നിശ്ചയമുള്ള ഒരാളായിരുന്നു. ഇസ്രായേലിൻ്റെ ചുറ്റുപാടുമുള്ള ജിയോഗ്രഫി, അതായത് ആ ഭൂപ്രദേശങ്ങളും രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല അറിവുള്ള ആളായിരുന്നു. അതെല്ലാം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം യഹൂദയിൽ അല്ലെങ്കിൽ തെക്കോവായിലായിരുന്നുവെങ്കിൽ അദ്ദേഹം പ്രവചിച്ചത് ഇസ്രായേലിലായിരുന്നു. എന്തായിരുന്നു തമ്മിലുള്ള വ്യത്യാസമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ഗോത്രങ്ങളിലെ 12 ഗോത്രങ്ങളിൽ യഹൂദായും ബെന്യാമീനും അവർ രണ്ടുപേരും യഹോബയാം എന്ന് പറയുന്ന ശലോമൻ മുൻ രാജാവിൻ്റെ മകന് വിശ്വസ്തയോടുകൂടെ നിന്ന് അത് തെക്കൻ പ്രദേശത്ത് അവിടെ ഭരിച്ചു പോന്നു. എന്നാൽ ബാക്കിയുള്ള ഗോത്രങ്ങൾ പ്രധാനമായിട്ടും ജെരോബയാം എന്ന് പറയുന്ന ശലോമാൻ്റെ സൈന്യാധിപൻ്റെ ആ നേതൃത്വത്തിൽ ഒരു വിഘടിതമായ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ മറുതലിച്ച് അവൻ വടക്കൻ പ്രദേശത്ത് രാജാവായി. അങ്ങനെ തെക്കൻ പ്രദേശത്ത് യഹോബയായും വടക്കൻ പ്രദേശത്ത് ജെരോബയാവും, അങ്ങനെ ആ 2 സ്ഥലങ്ങൾ ആ 2 സാമ്രാജ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇവിടെയെല്ലാം ഒരേ ഭാഷയും ഒരേ ആചാരവും, എന്നാൽ വ്യത്യാസമായി നിന്ന് 2 ആരാധനാ സ്ഥലങ്ങൾ. തെക്കൻ പ്രദേശത്തെ യഹൂദര് യെരുശലേം അവരുടെ ആരാധനാ കേന്ദ്രമാക്കി. വടക്കൻ പ്രദേശത്ത് ബേതേലും ഗിൽഗാലുമെല്ലാം അതിൻ്റെ ആരാധന കേന്ദ്രമാക്കി. ശമരിയ അതിൻ്റെ തലസ്ഥാനമായി. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ കിണറെങ്കിൽ ശമരിയാക്കാരി നമ്മുടെ കർത്താവിനോട് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ യെരുശലേമിൽ ആരാധന കഴിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ. ആരാധനാ സ്ഥലങ്ങൾ വ്യത്യാസം. ഞാനിത് ആ ബാക്ക്ഗ്രൗണ്ട് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്, ഈ ആമോസിൻ്റെ പ്രവചനം വടക്കൻ പ്രദേശത്ത്, ഈ തെക്കൻ പ്രദേശത്തുള്ള അല്ലെങ്കിൽ യഹൂദയിലുണ്ടായിരുന്നവൻ അവിടെ പോയി പ്രസംഗിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടുത്തെ 2 രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. തെക്കൻ പ്രദേശത്ത് തെക്ക് ഉസ്സിയാവ് രാജാവായിരിക്കുന്നു. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. 16-ാമത്തെ വയസ്സിൽ രാജാവായവൻ, മിടുക്കനായവൻ, എല്ലാം ആധിപത്യങ്ങളും പിടിച്ചടക്കാൻ ശക്തനായിരുന്നവൻ, അഹങ്കാരം മൂത്ത് അവസാനം യഹോവയുടെ ആലയത്തിൽ ധൂപം വയ്ക്കുവാൻ ചെന്ന് കുഷ്ഠം പിടിച്ച ഉസ്സിയാവിനെ കുറിച്ച് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നു. വടക്കൻ പ്രദേശത്ത്, വടക്ക് ഇസ്രായേലിൽ യെരോബയാം 2-ാമൻ ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്ന യെരോബയാം 2-ാമൻ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് BC 783 മുതൽ 742 അല്ലെങ്കിൽ 46 വരെയുള്ള കാലഘട്ടങ്ങൾ. ആമോസ് ഈ തെക്കോവായിൽ നിന്ന് യെരുശലേമിൽ ഇസ്രായേലിലേക്ക് പോകാൻ കാരണം യഹോവയായ ദൈവത്തിൻ്റെ വിളിയും ആ വെളിപാടുമാണ് അവനെ അവിടേക്ക് നയിച്ചത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും യുദ്ധങ്ങളാണ്. സ്വസ്ഥമായിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെഹോവയാമിൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങി അയൽ രാജ്യങ്ങളെയൊക്കെ കീഴടക്കി അവർക്ക് സമൃദ്ധിയും എല്ലാം ഇഷ്ടം പോലെ വന്നു തുടങ്ങി. ചുറ്റുമുള്ള പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം എന്ന് പറയുന്നത് സാമ്പത്തികമായ സമൃദ്ധി, അതുപോലെ തന്നെ സ്വസ്ഥമാണ്, ഒരു യുദ്ധവുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല.
ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ വർഗം രൂപം കൊണ്ടു. ജന്മികളും കച്ചവടക്കാരും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തുടങ്ങുന്ന ഒരു സംഘം ഇവിടെ കൃഷി സമൃദ്ധിയായി, സാമ്പത്തികമായി നല്ല ഉയർച്ചയായി, എല്ലാം സ്വസ്ഥതയായി കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമോടെ ആരംഭിച്ചു. ധാർമ്മികമായ അധപ്പതനവും ചൂഷണവും സാധുക്കളെ കൊള്ളയടിക്കുന്ന ജീവിതശൈലിയും അതെല്ലാം രൂപപ്പെട്ട് ഇസ്രായേല് ധാർമ്മികമായ അധപ്പതനത്തിലും കൈക്കൂലിയും സകലവിധമായ തിന്മകളുടെയും ഒരു കേളീരംഗമായി ഇസ്രായേലും ആഴുമ്പോൾ അവിടെയാണ് ആമോസ് തെക്കോവായിൽ നിന്ന് ഇസ്രായേലിലേക്ക് ചെന്ന് പ്രവചിക്കുവാനായിട്ട് ചെല്ലുന്ന സാഹചര്യമെന്ന് പറയുന്നത്. ആ വേദഭാഗത്ത് അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ഒന്നാമത്തെ സാധുജന ചൂഷണം, നാഗരികതയുടെ വളർച്ചയോടുകൂടെ ധാർമ്മികത പൂർണ്ണമായി തകർന്ന സാഹചര്യം. 3-ാം അധ്യായം 15-ാം വാക്യം. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം 2-ാം അധ്യായം 7-ാം വാക്യം. അതുപോലെ തന്നെ അതിന് പറയുന്നുണ്ട്, അപ്പനും മകനും ഒരേ സ്ത്രീയുടെ അടുക്കൽ പോകുന്നു എന്നൊക്കെ പറയുന്ന വേദഭാഗങ്ങൾ. അടിമക്കച്ചവടം കുറച്ചുകൂടെ മോശമായ രീതിയിലേക്ക് മാറി. എല്ലാറ്റിനും ഉപരിയായി നീതി നടത്തേണ്ട നീതിപീഠങ്ങൾ അഴിമതിയുടെയും കൈക്കൂലിയുടെയും കേളീരംഗങ്ങളായി മാറ്റപ്പെട്ടു. മതരംഗങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരമായി തിരുമേനിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ വെറും ചടങ്ങുകളിലും ആരാധനകൾ, വെറും ജൽപ്പനങ്ങളും സത്യവും നീതിയുമെല്ലാം അസ്തമിച്ച ഒരു സാഹചര്യത്തിലേക്ക് മാറി. ധാർമ്മികതയില്ലാത്ത മതജീവിതം, സുഖലോഭതയുടെ പാരമ്യത്തിലേക്ക് അവരെത്തിയപ്പോൾ ആ 3-ാം അധ്യായത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളുടെ 15-ാം വാക്യത്തിൽ ആനക്കൊമ്പുകൾ കൊണ്ടുള്ള വീടുകളും വീട്ടുപകരണങ്ങളുമൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിൽ അതൊക്കെ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. വേനൽ വസതികളും ശൈത്യവസതികളും ഉണ്ടാക്കി. സ്ത്രീകൾ പോലും ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകകളായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ദുർമാതൃകകളായി മാറുന്ന സാഹചര്യങ്ങൾ. സത്യവും നീതിയും കുഴിച്ചു മൂടപ്പെട്ടു. അന്യായ മാർഗത്തിലുള്ള ധനസമ്പാദനം, മദ്യപാനം, ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ആമോസ് അവിടെ കടന്നു ചെന്നുകൊണ്ട് പറയുന്നത് 5:24, ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് പറയുന്നത്. ഞാൻ അല്പസമയം നമ്മുടെ ചിന്താവിഷയം 5:24 വരട്ടെ. തിരുമേനി ഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ 2 വാക്കുകൾ ന്യായത്തെയും നീതിയെയും കുറിച്ച്, മിഷ്പ അതുപോലെ തന്നെ സദേക്ക എന്ന് പറയുന്ന 2 വാക്കുകളെ കുറിച്ച് പറഞ്ഞു. നീതിക്കും ന്യായത്തെക്കുറിച്ചും പല സന്ദർഭങ്ങളിലും അത് പരസ്പര പൂരകമായി നിൽക്കുന്നു. അത് പലപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ചില സന്ദർഭങ്ങളിൽ ഈ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട് ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനൊരു ഓർഡർ അല്ലെങ്കിൽ ക്രമം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, അവൻ്റെ ആ അവകാശങ്ങളും അവൻ്റെ അന്തസ്സും കാത്തു സംരക്ഷിക്കപ്പെട്ട് അവന് ജീവിക്കുവാനുള്ളൊരു സാഹചര്യം അതുണ്ടാക്കി. അതിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നെ ഏറ്റവും വലിയ നീതിമാനായി നിൽക്കുകയാണ്. അത് ഈ ഭൂമിയിൽ സംസ്ഥാപിതമാക്കിയ ദൈവം ഇവിടെ അത് മനുഷ്യൻ നിലനിർത്തി കൊണ്ടുപോകുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അത് തകരുന്ന അവസ്ഥയെന്ന് പറയുന്നത് ദൈവത്തോടുള്ളതായ വെല്ലുവിളിയായി നിൽക്കുന്നു. ഞാൻ ആ ഭാഗം വിടട്ടെ. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഒരു വിലാപത്തോടുകൂടെയാണ്. പ്രവാചകൻ ഒരു വിലാപത്തോടുകൂടി ആരംഭിക്കുകയാണ്. അതിൻ്റെ എബ്രായ പദത്തിൽ മരണവീട്ടിലെ കരച്ചിൽ പോലെ വിലാപത്തോടുകൂടി ആരംഭിക്കുന്നുവെന്നാണ് പറയുന്നത്. പ്രവാചകനത് പറയാനുള്ളതായ കാരണം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു ജോഡി ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കുകയാൽ ഞാൻ ശിക്ഷ പിൻവലിക്കുകയില്ല. അവർ എളിയവരെ മർദ്ദിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുമാർ ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുന്നു. ഏത് ബലിപീഠത്തിനടുത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് ശയിക്കുകയും പഴയ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു.
ഈ അനീതിയുടെ കാര്യങ്ങൾ പറയുകയാണ്. 4:1-5 വീണ്ടും പറയുന്നു, സാധുക്കളെ ഉപദ്രവിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന ഭാഷാന്യ പശുക്കളെ, ഈ വചനം കേൾപ്പിൻ. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ മക്കളെ ചൂണ്ട കൊണ്ടും പിടിച്ചുകൊണ്ടു പോകുന്ന കാലം വരും. പിന്നീട് 5-ാം അധ്യായം 10-13 വരെ, 5:21-24, ആ 24-ാമത്തെ വാക്യം വരെ ഇതുപോലുള്ളതായ കാര്യങ്ങളാണ് നാം കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ പ്രവാചകൻ ഇസ്രായേൽ കാണുന്നതായ ദോഷങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്ന, നീതി നിഷേധമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? യഹോവയായ ദൈവം ഇസ്രായേലുമായി സീനായി മലയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം ദൈവത്തെ ആരാധിക്കുകയും സഹജീവിയെ കരുതുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ കർത്താവ് 10 കൽപ്പനകളെ, ഒന്നാമത്തെ കൽപ്പനകളെല്ലാം സാംശീകരിച്ചുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ആരാധിക്കുകയും നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യാൻ പറഞ്ഞ 2 കൽപ്പനകളിലേക്ക് ഒതുക്കിയത്. ആ ബന്ധം തകർന്ന് അവിടെ ചൂഷണത്തിൻ്റെ മാർഗങ്ങളിലേക്ക് മാറുമ്പോൾ, ഇനിയുള്ള 15 മിനിറ്റ് സമയം ഞാൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അപജയമെന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥതയുടെ അപജയമായിരുന്നു. നീതിന്യായ വ്യവസ്ഥതയുടെ അപജയം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീതിപീഠമെന്ന് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രാജാവേയുള്ള സർവശക്തനായ ദൈവം. ഭൂമിയിലെ രാജാക്കന്മാർ ആ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഇതുപോലെ തന്നെ യഥാർത്ഥ ന്യായാധിപൻ എന്ന് പറയുന്ന യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ന്യായപീഠങ്ങളിൽ ഇരിക്കുന്നവർ ആ ദൈവത്തിൻ്റെ നീതിയും ന്യായവും നടപ്പാക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവിടെയാണ് അവരതും മറന്നുകൊണ്ട് നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളയുന്നുവെന്ന്. അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഒത്തിരിയുണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. വീണ്ടും 2:6, 5:7, 5:10 ഇവിടെ ന്യായം പാലിക്കുന്നവനെ വെറുക്കുന്നു, എളിയവനെ ചവിട്ടി മെതിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് 5:12 പറയുന്നൊരു കാര്യമുണ്ട്. നീതിമാനെ വിഷമിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരവാതിൽക്കൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അനീതി അനവധിയും പാപം കഠിനവുമാകുന്നു. ഇവിടെ നമ്മൾ കാണുന്ന നീതിമാനെ പണത്തിന് അല്ലെങ്കിൽ നീതിമാനെ വിഷമിപ്പിച്ച് കൈക്കൂലി വാങ്ങിയും ഗോപുരവാതിൽക്കൽ ദരിദ്രരുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യാന്ന് പറഞ്ഞത് എന്താണ്? പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പോഴൊക്കെ നമുക്കറിയാം എന്താണിതുകൊണ്ട്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലും ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലുമൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അടിമത്ത വ്യവസ്ഥ അവിടെ നിലനിന്നിരുന്നു. അത് ഒരു പരിധിവരെ ലീഗലുമായിരുന്നു. നീതിമാനെ പണത്തിന് വിറ്റുകൊടുക്കുക എന്ന് പറയുമ്പോൾ, വിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുവനെ അടിമയാക്കുന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല. മറിച്ചൊരു വ്യവഹാരം വരുമ്പോൾ കൈക്കൂലി നൽകി സമ്പന്നർ വിധി മേടിക്കും, തോൽക്കുന്നവന് വലിയ പിഴ ഈടാക്കും. ആ പിഴ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ സമ്പന്നൻ ആരാണോ ആ കേസിനകത്ത് ജയിച്ചവന് ഇവനെ അടിമയായിട്ട് കൊടുക്കും. ഇവിടെ ഇവനൊരു പൈസ പോലും മുടക്കാതെ ഒരു അടിമയെ അവന് ലഭിക്കുകയാണ്. അതിൻ്റെ വീതം ഈ ന്യായാധിപനും ലഭിക്കും. ഇവിടെ പറയുന്ന അത് പഴയ ഇസ്രായേലിൻ്റെ അടിമത്തത്തെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് കോടതികളിൽ ഇതുപോലെ അന്യായം കാണിച്ച് ന്യായാധിപനും സമ്പന്നനും അവിടെ ഒരു ഒത്തുതീർപ്പിൽ ഉടമ്പടിയിലേർപ്പെട്ട് സാധാരണക്കാരൻ്റെ ദരിദ്രൻ്റെ ന്യായം മറിച്ച് കളയുന്നതായ സാഹചര്യങ്ങൾ. പുറപ്പാട് പുസ്തകം 23:6 വ്യവഹാരത്തിൽ ദരിദ്രൻ്റെ ന്യായം മറിച്ച് കളയരുതെന്ന് പറയുന്നുണ്ട്. 5:12 പട്ടണവാതിൽക്കൽ ന്യായം മറിച്ച് കളയുന്നുവെന്ന് ആമോസ് പറയുമ്പോൾ എന്താ ഈ പട്ടണവാതിൽക്കൽ ന്യായം എന്ന് പറയുന്നത്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണവാതിൽ എന്ന് പറയുന്നത് അത് മൂപ്പന്മാർ, ന്യായാധിപന്മാർ അവർ ന്യായം കേൾക്കുകയും അന്യായം കേൾക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്ന ആ ഒരു കോർട്ട് കൂടെയായിരുന്നു പട്ടണവാതിൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കോടതികൾ, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോടതികൾ അവിടെ അന്യായമായി
കൈക്കൂലി. ഇസ്രായേലിലെ നാട്ടിലെ കാര്യമല്ല ഞാൻ പറയും. നമ്മുടെ ന്യായ വ്യവസ്ഥയിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല നമുക്കറിയാം. അവിടെ ഇസ്രായേലിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നീതിയും ന്യായവും ചവിട്ടി മെതിച്ച് കളയുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി നാബോത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. നീതിപീഠങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാന ആശ്രയമാണ്, അവൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടാൻ. ആ നീതിപീഠങ്ങൾ നമ്മുടെ നാട്ടിൽ പറയും കുറുന്തോട്ടിക്ക് വാദം പിടിക്കുന്ന അവസ്ഥ വന്നാൽ മനുഷ്യൻ അവിടെ നിന്ന് നീതി ലഭിക്കാതെ അതിന് മറ്റു പല മാനദണ്ഡങ്ങളുമായിട്ട് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഇസ്രായേലിൽ ആ ജനതയെ മുഴുവനും അത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ആമോസ് പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുകയില്ല. നിങ്ങളിതുകൊണ്ട് വലിയ വീട് പണിയും, ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ വലിയ വീട് പണിയും, തോട്ടങ്ങൾ വാങ്ങും, പക്ഷേ അനുഭവിക്കുകയില്ല. നീതിമാന്റെ രക്തം, പണവും അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് കോടതികൾ ഇസ്രായേലിൽ ആ ഗോപുരവാതിലുകൾ മനുഷ്യൻ്റെ ന്യായം മറിച്ചു കളഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ധാർമ്മിക രോഷത്തോടുകൂടെ ആമോസ് പ്രവാചകൻ പറയുകയാണ്, ഇത് ശുഭം വരികയില്ല എന്ന് അവരോട് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നീതിയും നിയമവും, യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നീതി നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും കോടതികൾക്ക് തെളിവുകളോ അല്ലെങ്കിൽ ഭംഗിയായുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും വിധികൾ വരുമ്പോൾ അവിടെ സത്യവും നീതിയും ചവിട്ടിമെതിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇസ്രായേലിൽ നിലനിൽക്കുന്നത് പോലെ ഇന്നൊരു പക്ഷേ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിലും പലപ്പോഴും ഇത് സംഭവിക്കുമ്പോൾ ജീവിക്കുന്ന ന്യായാധിപനായ ഒരു ദൈവം ആമോസിലൂടെ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചുവെങ്കിൽ ഇന്ന് നമ്മോടും ഈ സമൂഹത്തോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഇതൊന്നും അനുഭവിക്കുകയില്ല. അന്യായമായി പിടിച്ചുപറിച്ചത്, അന്യായമായി നിങ്ങൾ കൈവശമാക്കിയത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇവാനിയോസ് തിരുമേനി ഇവിടെ ഇരിക്കുന്നുണ്ട്. വെട്ടിത്തറ നടന്നൊരു സംഭവം, ആ പള്ളിയിൽ നിന്ന് 19 വയസ്സുള്ള ഒരു അമ്മച്ചി അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ ആ പാവം മനുഷ്യരെ തിരുമേനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞ വാചകം, തിരുമേനി, ഞങ്ങൾ തീപ്പെട്ടിയിൽ അരി ശേഖരിച്ച് ഞങ്ങൾ പണിത പള്ളിയാണിത്. ആ അമ്മ കണ്ണുനീരോടെ അവിടെ നിറങ്ങി. ഞാൻ ആരെയും കുറ്റം പറയുകയില്ല, ഞാൻ ആരെയും വിധിക്കുകയല്ല, മറിച്ച് നീതിമാനായൊരു ദൈവം അനാഥൻ്റെയും സാധുവിൻ്റെയും നീതി നിഷേധിക്കപ്പെട്ടവൻ്റെയും കണ്ണുനീരും നിലവിളിയും കേൾക്കുന്ന ആ ദൈവമാണ് ആമോസിലൂടെ ഇന്ന് നമ്മോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, അദ്ദേഹം പല രീതിയിലുള്ള ചൂഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാധുക്കളെ ഉപദ്രവിക്കുകയും ദരിദ്രരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന ശമര്യയിലെ ബാശാന്യ പശുക്കളെ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ശമരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാശാൻ എന്ന് പറയുന്നത് ഗലീല കടലിൻ്റെ കിഴക്ക് ഭാഗത്തെ ഫലഭൂഷ്ടമായ ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ പശുക്കൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പുല്ലും മേച്ചുസ്ഥലങ്ങളും ഉള്ളതുകൊണ്ട് തടിച്ചു കൊഴുത്ത പശുക്കൾ. ആമോസ് പ്രവാചകൻ തങ്ങളുടെ ഭർത്താക്കന്മാരോട് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മറ്റുള്ളവനെ പിഴിഞ്ഞെടുക്കാൻ, അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഞങ്ങൾക്ക് കുടിക്കാൻ മദ്യപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ് പറിച്ചുകൊണ്ട് വരാൻ പറയുന്നവരോട് അവരെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നു, ബാശാന്യ പശുക്കളെ. എത്ര ശക്തമായൊരു പ്രയോഗമാണെന്നറിയാമോ? പ്രവാചകൻ പറയുന്നു, ആ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് നമുക്കറിയാം, സാധാരണഗതിയിൽ സ്ത്രീകൾ പൊതുവെ കരുണയും സദാചാരബോധവും പുരുഷന്മാരെക്കാൾ കൂടുതലുള്ളവരാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് കാലങ്ങൾ മാറുകയാണ്. പലപ്പോഴും ഇന്ന് ബാശാനിൽ മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഇന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും
പല രംഗങ്ങളിലും സുഖലോലുപതയ്ക്ക് വേണ്ടി കുടുംബങ്ങളിലെ ആ പ്രഷറുകൾ കാരണം പലരും അങ്ങനെ അനീതിയും കൈക്കൂലിക്കുമൊക്കെ നിർബന്ധിതരായിത്തീരുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. 10,000-10,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക് 50,000 രൂപയുടെ സാരി അയൽവക്കത്തെ ആൾ ഉടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് സൗകര്യം കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ. ഭർത്താവ് മാത്രമല്ല, ഭാര്യമാരെ ഇതുപോലെ തന്നെ നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാരും. അത് കൈക്കൂലിക്ക് മാത്രമല്ല, വേദനയോടെ പറയട്ടെ, സ്വന്തം ശരീരം വിറ്റുകൊണ്ട് പോലും തങ്ങളുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക്, മൂല്യച്യുതയിലേക്ക് ഇന്ന് ലോകവും നാം ജീവിക്കുന്ന ആ തലമുറകളുമൊക്കെ മാറുമ്പോൾ പ്രവാചകന്റെ ശബ്ദം അത് ഇന്ന് നമ്മോടും നാം ജീവിക്കുന്ന സമൂഹത്തോടുമാണ്. ഒത്തിരി കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് നിർത്തട്ടെ. ഒരു കാര്യവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ധാർമ്മിക തലങ്ങൾ തകർന്ന് തരിപ്പണമായി. 2:7 പറയുകയാണ്, ഒരപ്പനും മകനും ഒരേ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുന്നു. കുത്തഴിഞ്ഞ സാൻമാർഗികതയുടെ, ലൈംഗികതയുടെ മുഖങ്ങൾ. ഇവിടെ നമുക്കറിയാം, അവിടെ ദേവദാസി സമ്പ്രദായം ബേഥേലിലും ഗിൽഗാലിലുമൊക്കെ അന്യദൈവാരാധനയും അവിടെ ഫെർട്ടിലിറ്റി കൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫലപുഷ്ടിയുടെ പേരിലുള്ളതായ ദേവദാസി സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്നത് അതല്ല, ഒരു ചൂഷണത്തെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ഇസ്രായേലിൽ അടിമകളായി കൊണ്ടുവരുന്ന പെൺകുഞ്ഞുങ്ങൾ, അതാണ് ഈ വേദഭാഗത്ത് പറയുന്ന അപ്പനും മകനും ഒരാളുടെ അടുത്ത് പോകുന്നു പറയുമ്പോൾ, മറ്റേ ആ ദേവദാസികൾ അല്ലെങ്കിൽ വ്യഭിചാരികളുടെ അടുത്ത് പോകുന്ന ആ സംഭവത്തെക്കുറിച്ചല്ല, മറിച്ച് അടിമയാക്കപ്പെട്ടുകൊണ്ടുവന്ന പെൺകുട്ടിയെ, ആ പെൺകുഞ്ഞിനെ അപ്പനും മകനും ഒരുപോലെ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ പുറപ്പാട് 21-ാം അധ്യായത്തിൽ എങ്ങനെയാണ് അടിമകളോട് പെരുമാറേണ്ടതെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. ആ സാധു സ്ത്രീയെ തങ്ങളുടെ ഒരു ചൂഷണ ഉപാധിയാക്കി, തങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ള വെറുമൊരു ഉപഭോഗ വസ്തുവാക്കി ആ പെൺകുഞ്ഞിനെ അവിടെ തരം താഴ്ത്തിക്കഴിഞ്ഞ് അവളുടെ നീതിയും അവളുടെ അഭിമാനവുമെല്ലാം തകർക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ വിടില്ല, വെറുതെ വിടില്ല. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ലേവ്യാപുസ്തകം 20-ാം അധ്യായം 10 മുതൽ 25 വരെ ലൈംഗികത വിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സമയം പോലെ വീട്ടിലും ചെന്ന് വായിക്കണം. മറ്റൊരുവൻ്റെ ഭാര്യയുമായി ശയിക്കരുത്. പിതാവിൻ്റെ ഭാര്യ, ഒരുപക്ഷെ രണ്ടാനമ്മ ഉൾപ്പെടെ മരുമകളുടെ കൂടെ, പുരുഷൻ്റെ കൂടെ ശയിക്കരുത്. ഒരു പുരുഷൻ സ്ത്രീയെയും അമ്മയെയും അതുപോലെ മകളെയും ഒരേപോലെ ഉപയോഗിക്കരുത്. മൃഗത്തോടുകൂടെ ശയിക്കരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഞാനിന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ഇന്ന് പലപ്പോഴും നാം ജീവിക്കുന്ന ഈ ലോകത്ത് ആധുനികതയുടെ പേരിൽ, മോഡേണിറ്റീസ്, അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലെല്ലാം ഇതിനൊക്കെ പുതിയ പേരുകളും കൊടുത്തുകൊണ്ട് എല്ലാം അനുവദനീയമാക്കിക്കൊണ്ട് ദൈവീക കൽപ്പനകളെയും ദൈവത്തിൻ്റെ നിയമങ്ങളെയും എല്ലാം തച്ചുടച്ച് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കുന്നതായ ദുരന്തങ്ങൾ എവിടെയാ? കുടുംബങ്ങളുടെ ഭദ്രതകൾ തകരുന്നു. 13 വയസ്സുള്ളൊരു കൊച്ച് യൂറോപ്പിലാണ്. ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. സംഭവിച്ചത് ഇതുപോലെ ഫ്രീ ആയിട്ടുള്ളതായ എന്തിനുമുള്ളതായ സമൂഹം കൊടുത്തിരിക്കുന്ന ആ അനുവാദങ്ങൾ ഇന്ന് ധാർമ്മികതയുടെയും ലൈംഗികതയുടെയും ഒക്കെ കാഴ്ചപ്പാടുകൾ മാറി. വ്യക്തിയുടെ അവകാശം, എനിക്ക് എന്തും ചെയ്യാമെന്നുള്ള കാഴ്ചപ്പാടുകൾ, ഭർത്താവോ ഭാര്യയോ പരസ്ത്രീയുമായിട്ട് അവർ ഉഭയസമ്മതത്തോടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുഞ്ഞ്, ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലാണ്, ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് സ്കൂളിൽ വരുന്നത്. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് 13 വയസ്സുള്ളൊരു കൊച്ച്, ബാല്യം വിട്ടുമാറാത്ത ഒരു കുഞ്ഞ്. ഞാനിത് പറഞ്ഞത് യൂറോപ്പിലേക്ക് പോകണ്ട, നമ്മുടെ നാടിൻ്റെ അവസ്ഥയും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നത് മറ്റുള്ളവരോട്, ഇസ്രായേലിനോട് മാത്രമല്ല, ഈ ലോകം മുഴുവനും കേൾക്കുവാൻ തക്കവണ്ണം കുത്തഴിഞ്ഞ ധാർമ്മിക ജീവിതം അത് ദൈവം വെച്ച് പൊറുപ്പിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. മതപരമായി നമ്മുടെ വാചകം, നമ്മുടെ ഈ ചിന്താവിഷയം അവസാനിപ്പിക്കുന്നത്
ആ 21 മുതലുള്ള ഭാഗങ്ങൾ അതിൻ്റെ പര്യവസാനമായിട്ട് പറയുമ്പോൾ പ്രവാചകൻ അവിടെ പറയുകയാണ്, ബലിപീഠത്തിന് അടുത്ത് നിങ്ങൾ പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് കിടക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് വീഞ്ഞു കുടിക്കുന്നു. പ്രവാചകനത് പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? ഈ പുതപ്പ് വാങ്ങി അത് ദേവാലയത്തിൽ അല്ലെങ്കിൽ ബലിപീഠത്തിൻ്റെ അടുത്ത്, ഒരു പക്ഷേ അത് ബേഥേലിലെയോ ഗിൽഗാലിലെയോ ബലിപീഠങ്ങളാകാം. എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ പുതപ്പെന്ന് പറയുന്നത് ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാധുവായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥയിൽ അവൻ്റെ പുറംകുപ്പായം പുതപ്പ് രാത്രി അവന് അത്യന്താപേക്ഷിതമാണ്. ചില സന്ദർഭങ്ങളിൽ അത് പണയമായിട്ട് വാങ്ങും, മറ്റു ചില സന്ദർഭങ്ങളിൽ അത് ജപ്തി ചെയ്ത് കൊണ്ടുവരും. മറ്റുള്ള കാര്യങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവൻ്റെ അവസാനത്തെ അവൻ്റെ സംരക്ഷണമായ ആ പുതപ്പും പുറംകുപ്പായവും അതും മേടിച്ചു കൊണ്ടുവന്ന്, പുറപ്പാട് പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, 22-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, സന്ധ്യയ്ക്ക് മുൻപ്, സൂര്യാസ്തമിക്കുന്നതിന് മുൻപ് അത് തിരിച്ചു കൊടുത്തോളണം. അത് പാലിക്കാതെയാണ് അത് വിരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവാരാധന നടത്തുന്നവൻ അവിടെ കിടന്ന് അത് ഉപയോഗിക്കുകയാണ്. അവൻ വേറെ കിടക്കാനൊന്നും ആയിരിക്കില്ല, ഒരു പക്ഷേ നിലത്ത് വിരിച്ചിരിക്കുകയായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ആ വീഞ്ഞെന്ന് പറയുന്നത് ഇവരോട് പലപ്പോഴും പിഴയായിട്ട് വീഞ്ഞു വാങ്ങിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് അവിടെ ഇരുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ മദ്യപാനത്തിനുള്ള ആലയങ്ങളാക്കി ദൈവത്തിൻ്റെ ആലയത്തെയും ദൈവത്തിൻ്റെ ബലിപീഠത്തെയും അതിന് ദുർവിനിയോഗം ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സുമടുത്ത് പ്രവാചകൻ പറയുകയാണ്, ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് പറഞ്ഞ് ആ ജനത്തെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയാനുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രവാചകൻ പറയും, നിങ്ങളുടെ പെരുന്നാളുകളെ ഞാൻ വെറുക്കുന്നു, യാഗത്തിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വീണയും ഇവിടെ വലിയ കിന്നരവുമൊക്കെ ഉയർത്തിയാലും നീതിയില്ലാത്ത, സത്യമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, പാവപ്പെട്ടവനോട് കനിവില്ലാത്ത ഒരാരാധന എന്ന് പറയുന്നത്, മതജീവിതം എന്ന് പറയുന്നത് വെറും കപടതയാണെന്ന് പ്രവാചകൻ പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇസ്രായേലിനുള്ള സന്ദേശമാണ്, ഇതൊക്കെ ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒരിക്കൽ ഈ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു പള്ളിയിൽ ഒരച്ഛൻ പ്രസംഗം നടത്തുക. ആ പ്രസംഗം ആ ഇടവകയിലെ ആളുകൾ വളരെ മോശമായൊരു ജീവിതശരണയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അച്ഛൻ ഒരു ഞായറാഴ്ച പ്രസംഗത്തിൽ നിന്ന് വെച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ഇടവകക്കാർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം നശിക്കും. അച്ഛനിത് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ആകെ പേടിയായി. വീണ്ടും അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം തരുന്നൊരു അവസരമാണ്, മാനസാന്തരപ്പെട്ടോ, ഇതല്ലെങ്കിൽ ഈ ഇടവകയിൽ എല്ലാവരും നശിക്കും. അപ്പം ഇത് കേട്ട് എല്ലാവരും വിഷമിച്ച് ചിലരൊക്കെ ഇങ്ങനെ വിറച്ചിരിക്കുമ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ആൾ, പുള്ളി മാത്രം ഇത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ വിചാരിച്ചു ഇവന് മാത്രം എന്താ. വീണ്ടും ഒന്നോടെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പിന്നെ കൂടുതൽ ശക്തിയായിട്ട് ചിരിക്കുക. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ പള്ളിക്ക് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനെ വിളിച്ചു. ഈ പള്ളിയകത്തുണ്ടായിരുന്ന എല്ലാവരും ഞാനിത് പറഞ്ഞപ്പോൾ വളരെ ഭയത്തോടെ, വിഷമത്തോടെ അവരിയ്ക്കുന്നത് കണ്ടു. നീ മാത്രം ഇത് ചിരിച്ച് എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ ഇടവകയിൽ എല്ലാവരും നശിക്കുമെന്നല്ലേ. ഞാൻ ഈ ഇടവക്കാരനല്ല. ഇതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് ആർക്കോ വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവാചക ശബ്ദം, അതുകൊണ്ടാണ് 2700 വർഷങ്ങൾക്ക് മുൻപ് ശമരിയയിൽ മുഴങ്ങിയ നീതിയുടെ ശബ്ദം, നീതിപീഠങ്ങളോട്, മതങ്ങളോട്, ആരാധന നടത്തുന്നവരോട്, സമൂഹത്തിലെ വിവിധ തരത്തിലുള്ളവരോട് ആ നീതിയുടെ ശബ്ദം മുഴങ്ങുമ്പോൾ ഇന്ന് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം നീതി നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ, 5:14 പ്രവാചകൻ പറയുന്നു, മടങ്ങി വരാൻ പറയുന്നു, സ്നേഹത്തോടെ വിളിക്കുന്നു. ദൈവം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. സ്നേഹവാനായ പിതാവ്, നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ
നിങ്ങൾ നശിച്ചു പോകുമെന്ന തിരിച്ചറിവോടുകൂടെ എന്താ സംഭവിച്ചത്? പ്രവചനം 30 വർഷം കഴിഞ്ഞപ്പോൾ പ്രവചനം പൂർത്തിയായി. നാശം അവിടെ സംഭവിച്ചു. അവിടെ ശമരിയ പിടിച്ചടക്കപ്പെട്ടു. ആ സംഭവങ്ങളൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നശിപ്പിക്കാനല്ല, മറിച്ച് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും ഈ ലോകത്തെ സകല മനുഷ്യരും, പ്രത്യേകിച്ച് നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവൻ, നമ്മളെക്കാൾ സാധുക്കളായവൻ, അവനെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേരിൽ, ഏത് പേരിലാണെങ്കിലും അടിച്ചമർത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദം അത് യാക്കോബായ സഭയുടെ ചരിത്രത്തിൽ ഇന്ന് നമുക്ക് ആശ്വാസത്തിൻ്റെ വചനമായി ഒരു വശത്ത് നമ്മൾ അടിച്ചമർത്തപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ജീവിത പന്താവുകളിൽ തിരുത്തേണ്ടതായ ആ വഴികളെ തിരിച്ചറിയുവാനും നമ്മുടെ വഴികളെ നേരെയാക്കിക്കൊണ്ട് ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും ഒഴുകുവാൻ പ്രവാചകൻ പറയുമ്പോൾ നമ്മുടെ മതജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലുമെല്ലാം അത് അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് 5 മിനിറ്റ് സമയം കൂടുതൽ എടുത്തു പോയതിൽ ക്ഷമിക്കണം. എന്താണെങ്കിലും ഇന്ന് ഇവിടെ നിൽക്കുവാൻ ദൈവം കൃപ തന്ന ദൈവത്തിൻ്റെ കൃപയെ നന്ദിയോടുകൂടെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട അത്താനാസ്യോസ് തിരുമേനിയെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളെ, ഈ കൺവെൻഷൻ ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അറിയാം. എന്തോരം കഷ്ടപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ, ഒരുക്ക യോഗങ്ങളൊക്കെ നടത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാണാൻ കഴിയുന്നില്ല എത്രമാത്രം നമ്മുടെ സഭയിൽ, ലക്ഷക്കണക്കിന് ആളുകളുള്ളതായ സഭയിൽ സുവിശേഷീകരണത്തിൻ്റെ അതിൻ്റെ ആ വെളിച്ചവും ഇവിടെ നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു, ദൈവം ഒരുക്കുന്ന ഈ വിരുന്ന്, അതിൽ സംബന്ധിക്കുവാൻ ദൈവം തരുന്ന ആ സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ ഇടവരാതെ ഇന്ന് പലരും വീടുകളിലിരുന്ന് ഒത്തിരി പേര്, ഇന്നത്തെ പണ്ടത്തെ കാലമല്ല, ഇന്ന് ഓൺലൈനിലൂടെയൊക്കെ ഇത് കാണാനും കേൾക്കാനോ കഴിയുന്നതുകൊണ്ട് ആളുകൾ ഇന്ന് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും ഇവിടെ 6 ദിവസം നമുക്കിതിൽ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ മടങ്ങുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.